കഴിഞ്ഞ ദിവസം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട CPM-ന് 5 അക്കൗണ്ടുകൾ രഹസ്യമായി ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ട് വഴി ഇടപാടുകൾ നടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഒരു റിപ്പോർട്ട് ED സമർപ്പിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം 5 അല്ല 17 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടുകൾ വഴി 100 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഭൂമി ഇടപാടുകൾ നടന്നു, കമ്മീഷൻ ഇടപാടുകൾ നടന്നു, ബിനാമി പേരുകളിലാണ് ഇതിൻ്റെ പല ലോണുകളും മറ്റും പോയിരുന്നത്. ഏതായാലും ഇപ്പോൾ ED കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂർ ജില്ലാ CPM സെക്രട്ടറി MM വർഗീസിനെ നോട്ടീസ് നൽകിയിരിക്കുന്നു. നാളെ, അതായത് ബുധനാഴ്ച ഹാജരാകണമെന്നാണ്. ഏതായാലും ബുധനാഴ്ച ഹാജരാകാൻ ഉള്ള ഒരു തീരുമാനത്തിലല്ല CPM അത് തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കുറച്ചുകൂടി നീട്ടാനുള്ള ശ്രമത്തിലാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു നീക്കവും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ED നടത്തിയ മറ്റൊരു നീക്കം AC മൊയ്തീൻ MLA-ക്ക് അടക്കം നോട്ടീസ് നൽകാനുള്ളൊരു നീക്കം ED ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. അതായത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അനവധി CPM നേതാക്കൾക്ക് നോട്ടീസ് നൽകാൻ ED തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി CPM പ്രതിരോധത്തിലായിരിക്കുന്നു. CPM പറയുന്നത് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ പ്രതിരോധം തീർക്കും, ഇത് രാഷ്ട്രീയ പകപോക്കലാണ് ED നടത്തുന്നതെന്നാണ്. പക്ഷേ ED അതിൽ കുലുങ്ങാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ പല സൂചനകളും ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ബൂത്ത് പ്രസിഡന്റുമാർ പ്രവർത്തകരോടും പറഞ്ഞപ്പോഴും കരുവന്നൂർ ബാങ്ക് എടുത്തു പറയുക തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഏറ്റെടുത്ത ഒരു കേസ് എന്ന നിലയിൽ തന്നെയാണ് ED ഇപ്പോൾ വളരെ അതിവേഗം ദ്രുതഗതിയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ സഖാക്കൾ ഒന്നൊന്നായി EDയുടെ ഓഫീസിന് മുമ്പിലേക്ക് വരി നിൽക്കുന്ന കാഴ്ച അധികം വൈകാതെ കാണാൻ കഴിയുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.